മണ്ടൻ തമ്പുരാൻ എഴുന്നള്ളുന്നേ, തുപ്പൽ വർമ്മ തമ്പുരാൻ എഴുന്നള്ളുന്നേ, തീറ്റ തമ്പുരാൻ എഴുന്നള്ളുന്നേ. അങ്ങനെ നെവിന്റെ തമ്പുരാൻ പദവി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ലൈവിൽ വളരെ അധികം കോമഡി നിറഞ്ഞൊരു ദിവസം കൂടിയാണ്. ശരിക്കും നെവിൻ തമ്പുരാൻ ആയത് എന്തുകൊണ്ടും ഒരു യോഗ്യനായ ഒരു തമ്പുരാനാണെന്നൊക്കെ അവിടെ തെളിയിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ നെവിന്റെ തമ്പുരാൻ പദവി അനീഷിലേക്ക് മാറിയിരിക്കുന്നു. അതിനുശേഷം നടന്ന അനീഷ് ഷാനവാസ് കോംബോ ഒക്കെ അടിപൊളിയായിരുന്നു. ശരിക്കും ഈ ഒരു സ്വേച്ഛാധിപതി ടാസ്കിന് ശേഷം എല്ലാവരുടെയും സംസാരത്തിൽ വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവരൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത് പഴയ ആ ഒരു കൊട്ടാരവും അല്ലെങ്കിൽ ആ പറയുന്ന ഒരു രീതിയിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. ആരവിടെ? ആരും ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ശരിക്കും ഈ ലൈവ് കുറച്ചും കൂടി ഒന്ന് ലൈവ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം എന്ന് വെച്ചാല് ഒരു ചാക്കരിയോ ചോറ് വെക്കുന്ന നമ്മുടെ അരിയില്ലേടാ, ആ അരിയുടെ സഞ്ചി ഉണ്ടല്ലോ, ആ സഞ്ചിയും കെട്ടിപ്പിടിച്ചോണ്ട് മറ്റേ ആ മേക്കപ്പ് റൂമിന്റെ തറയിൽ ഒരിടത്ത് മൂലയിൽ കിടന്ന് ഉറങ്ങുകയാണ് നമ്മുടെ തീറ്റവർമ്മ തമ്പുരാൻ, നമ്മുടെ തുപ്പൽ വർമ്മ തമ്പുരാൻ. അങ്ങനെ കിടങ്ങുന്ന ഉറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് ഈ തമ്പുരാന്റെ തൊട്ട് കീഴിലായിട്ട് ഇന്നലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തിന്റെ പുറപ്പാടാന്ന് എനിക്ക് അറിയത്തില്ല, അനീഷ് മന്ത്രിയായിട്ട് കൂടിയേക്കാണ്. അപ്പം അനീഷ് ഇങ്ങനെ നെവിനെ ഇങ്ങനെ പതപ്പിച്ച് നെവിന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ ഒരു മുണ്ടെടുത്ത്, അത് ആര്യന്റെ മുണ്ടങ്ങാണ്ടാണ്, അതെടുത്ത് തോളിലിട്ടിട്ട് അങ്ങനെയാണ് തമ്പുരാൻ കളിച്ച് നടക്കുന്നത്. അപ്പൊ ആ ഉറങ്ങാൻ പോയ സമയത്ത് അരമണിക്കൂറത്തേക്ക് 30 മിനിറ്റത്തേക്ക് ഈ നെവിന്റെ ആ തമ്പുരാൻ പദവി എടുത്ത് അനീഷിന്റെ തോളത്തിട്ട് കൊടുക്കുന്നുണ്ട്. കിട്ടിയ അവസരമല്ലേ. അനീഷ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ആരെയും ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല, ആരെവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അങ്ങ് തകർക്കുകയാണ്. നല്ല രസകരമായിട്ടുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ഷാനവാസ് അനീഷ് ഈ തോളയിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന സമയത്ത് ഷാനവാസ് ഔട്ട്സൈഡാണ്, പുറത്തിരുന്ന് എന്തൊക്കെയോ നൂറയുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അനീഷിനെ ഈ ഒരു കോലത്തിൽ കണ്ടപ്പോഴത്തേക്ക് ഷാനവാസ് പതിയെ ഇനി അകത്ത് വന്നു. എന്നിട്ട് ഏത് നേരവും ഷാനവാസും അനീഷും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഒരു സൈഡിൽ ഒനിയിലിരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ട്, ജിസേലിന് കാല് മസാജ് ചെയ്തിട്ട് ആര്യൻ അവിടെ ഇരിപ്പുണ്ട്, അകത്ത് കുറച്ചു പേര് കിടന്ന് ഉറങ്ങുന്നുണ്ട്, അക്ബർ അനുമോളൊക്കെ അകത്ത് കിടന്നൊന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അനീഷ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ ആരുറങ്ങിയാലും ഇവിടെ നമ്മുടെ കൊട്ടാരത്തിൽ പട്ടി കുരയ്ക്കുന്നതായിരിക്കും, അതുകൊണ്ട് ആരും ഉറങ്ങരുത്, ആരവിടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ആ ഒരു ഫണി ടോക്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സത്യത്തിൽ ഉറങ്ങിപ്പോയതും പട്ടി കുറച്ചതും നെവിൻ ഞെട്ടി എണീറ്റതും ഒന്നിച്ചായിരുന്നു. ശരിക്കും ആ ഒരു സീൻ കോമഡിയാണ് കേട്ടോ. അതായത് ആ തറയിൽ ഇങ്ങനെ ഒരു എന്താ പറയാ, തമ്പുരാനാണിപ്പോ, അത് മാത്രമല്ല അറ്റ്ലീസ്റ്റ് ഒരു വലിയൊരു താനൊരു വലിയ സംഭവമാണ് എന്നൊന്നും ഇല്ലാതെ ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ കൂടിയാണ് കേട്ടോ നെവിൻ. പക്ഷെ ഒരു മൂലയ്ക്ക് ചടഞ്ഞു കൂടി കിടന്ന് എവിടെയെങ്കിലും കിടന്നൊന്ന് ഉറങ്ങി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണ് നെവിൻ. അങ്ങനെ പട്ടി കുരയ്ക്കുന്നുണ്ട്. അങ്ങനെ പട്ടി കുരച്ചപ്പോ ആരാണ് ഉറങ്ങുന്നതെന്ന് പെട്ടെന്ന് അറിയുന്നില്ലല്ലോ. അനീഷ് അവിടെ കിടന്ന് ഞാൻ പറഞ്ഞില്ലേ, നാം പറഞ്ഞതുപോലെ തന്നെ പട്ടി കുറച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അനീഷ് കിടന്ന് ഡയലോഗ് അടിക്കാൻ തുടങ്ങി. അവസാനം കണ്ടുപിടിച്ചു നെവിനാണ് ഉറങ്ങിയത് എന്ന്. അങ്ങനെ നെവിന്റെ ഒരു വരവുണ്ട്. ആ ഒരു സഞ്ചി ഉണ്ടല്ലോ അതും പിടിച്ചോണ്ട് ആ ഉടുപ്പൊന്നും ഇല്ലാതെ ഒരു പച്ച മുണ്ടുമൊക്കെ പച്ച ലുങ്കിയൊക്കെ ഉടുത്ത് ഇങ്ങനെ നടന്നു വന്നു. അപ്പോഴത്തേക്കും അനീഷിന്റെ കയ്യിൽ നിന്ന് ആ പറയുന്ന ആ അധികാരം തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് ആ മുണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ മുണ്ട് തിരിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ അനീഷ് പറയുന്നുണ്ട്, കുറച്ചു നേരം കൂടെ തരുവോ എന്ന്. അപ്പോഴത്തേക്കും അനീഷിന് വീണ്ടും ആ മുണ്ട് എടുത്ത് കൊടുത്തിട്ട് വീണ്ടും നെവിൻ മാറിപ്പോയി കിടക്കുകയാണ്. ഇതേ സമയം വീണ്ടും ഒരു പട്ടി കുരയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ അനുമോളും അക്ബറും ഉറങ്ങിപ്പോയി. അങ്ങനെയാണ്. അപ്പോൾ ലൈവില് ഇത്തരത്തിലൊരു സ്വേച്ഛാധിപത്യം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്ന ഒരു രസകരമായ മൊമെന്റ് ഒക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഈ പറയുന്ന കുറേ പേരുകൾ, അതിന് ഒരു റീസൺ കൂടിയുണ്ട്. ആ ഒരു കാര്യം കൂടി അവിടെ നടന്നിരുന്നു. അതായത് ഈ ഉറങ്ങിക്കിടക്കുന്ന നെവിൻ ഇടയ്ക്ക് ഒന്ന് ഉറക്കം എണീറ്റിട്ടെ പോയി നേരെ ആരെയും പേടിക്കണ്ടല്ലോ, പോയി ഫ്രിഡ്ജ് തുറന്ന് ഇന്നലെ ആദിലയുടെയും അതുപോലെ നമ്മുടെ ബിന്നിയുടെയൊക്കെ കേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ആ കേക്കൊക്കെ എടുത്തുകൊണ്ട് പോയി, ആരെയും നോക്കേണ്ട കാര്യമില്ല, താനൊരു സ്വേച്ഛാധിപതിയാണ്, പോയി എടുത്ത് കേക്കൊക്കെ ഇരുന്ന് അങ്ങ് കഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന ഫുഡ് കഴിക്കുന്ന ആ ഒരു കാര്യം കണ്ടിട്ടാണ് അടുത്ത പേര് വന്നിരിക്കുന്നത്. അടുത്ത പേര് എന്താണ്? തീറ്റവർമ്മ തമ്പുരാൻ. ഫുൾ ടൈം തീറ്റയാണ്. ശരിക്കും നെവിൻ അവിടെ ഒരു തമ്പുരാനായി മാറിയപ്പോഴത്തേക്കും ഇഷ്ടമുള്ള എല്ലാം എടുത്ത് കട്ട് കഴിക്കണ്ടല്ലോ, നേരിട്ടും കഴിച്ചാൽ മതി, ആ ഒരു അവസ്ഥയായിട്ടുണ്ട്. പക്ഷെ ഈ ഒരാഴ്ചയേ ഉള്ളൂ ഈ ഒരു ടാസ്ക് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അടുത്ത ആഴ്ച എന്തായാലും ഈ ടാസ്ക് ഒന്നും ഉണ്ടാവത്തില്ല, ഒറ്റ ആഴ്ചത്തേക്കാണല്ലോ, അത് ഈ സീസൺ തീരുന്നിടം വരെ എന്ന് പറയാൻ ഇവരാരും നിലനിൽക്കാൻ പോകുന്നില്ല.
അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ലൈവിൽ നല്ല അടിപൊളിയായി ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ദിവസത്തെക്കാളും ഇന്നത്തെ ഒരു ദിവസം നല്ല പച്ച പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഉടനെ വരാം. സീരിയൽ ഗ്രാൻമ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.